നമസ്കാരം. മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. 2026 ജനുവരി മാസം 14 തീയതി ബുധനാഴ്ചയോടുകൂടി ആദിത്യൻ ധനു രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാളം കൊല്ലവർഷം 1201 ആണ്ട് ധനുമാസം 30 തീയതി 18 നാഴിക 53 വിനാഴികയ്ക്ക് അനിഴം നക്ഷത്രത്തിലാണ് മകരസംക്രമം നടക്കുന്നത്. ഇപ്രകാരം ആദിത്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളെക്കുറിച്ചും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഇന്ന് പ്രധാനമായിട്ടും ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സൂര്യരാശി ഫലത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി ആളുകൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ കുറേ ആളുകൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ഫോൺ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നേരിട്ട് ഫോൺ വിളിച്ച് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. അത്തരം സന്ദേശങ്ങൾ പരിഗണിച്ച് തിരിച്ച് വിളിക്കുന്നതിനുള്ളൊരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ആദ്യം മേടക്കുറുകാരുടെ സൂര്യരാശി ഫലം എന്താണെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കൂറിൻ്റെ കർമ്മഭാവത്തിലേക്കാണ് ആദിത്യൻ പ്രവേശിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ തൊഴിൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിന് കർമ്മഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്രകാരം ആദിത്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് പൊതുവിൽ ശുഭകരമായ ജോലി ലഭിക്കാനോ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാനും ഒക്കെ വളരെ സാധ്യതയുള്ള സമയമായിട്ട് ഈ സമയത്തെ കാണാം. ആദിത്യൻ ഒരു രാശിയിലൂടെ ഒരു മാസക്കാലമാണ് കടന്നു പോകുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ മകരമാസം പൂർണ്ണമായിട്ടും ഈ ഫലം ലഭിക്കുന്നതാണ്. ഓരോ ആളുകളുടെയും ജാതകത്തിലെ ഗ്രഹനില പ്രകാരം ആദിത്യൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും കൂടെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് കൃത്യമായ ഫലം മനസ്സിലാക്കാൻ സാധിക്കുക. എങ്കിലും നിലവിൽ ജോലിയില്ലാത്ത ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമായിട്ട് ഈ ഒരു മാസക്കാലത്തെ കാണാം. ഇനി ഏതൊക്കെ രീതിയിലുള്ള ജോലികളാണ് ലഭിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് സംബന്ധമായ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അത്തരം ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ശുക്രൻ്റെ സ്ഥാനവും കൂടി മകരൻ രാശിയിൽ നിലവിലുണ്ട് എന്നതിനാൽ ശുക്രനെ സംബന്ധിക്കുന്ന ജോലികളെല്ലാം തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ധന ഇടപാടുമായി ബന്ധപ്പെട്ട ജോലികൾ, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ മൂല്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട ജോലികൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ചൊവ്വയുടെ സാന്നിധ്യവും കൂടി മകരൻ രാശിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിയമവകുപ്പിലൊക്കെ ജോലി ലഭിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സമയമായിട്ട് ഈ സമയത്തെ കണക്കാക്കാം. ഇത് കൂടാതെ തന്നെ പാചകം, അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലികൾ, ഔഷധവുമായി ബന്ധപ്പെട്ട് അതായത് ഔഷധ വ്യാപാരവുമൊക്കെ ബന്ധപ്പെട്ട ജോലികൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു സമയമായിട്ട് ഈ സമയം മേടക്കുറുകാർക്ക് മാറുന്നു. അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു സമയം വളരെ ഉചിതമായൊരു സമയമാണ്. കാരണം ഈ ഒരു കാലയളവിൽ ഇത്തരം ജോലികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് മേടക്കൂറുകാരുടെ രാശി ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വരുന്നൊരു കാലയളവാണ്. പുതിയ അവസരങ്ങൾ ഈ നക്ഷത്രക്കൂറുകാരെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കൂടാതെ നിരവധി ജോലികളെക്കുറിച്ച് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലികൾ, ഫർണിച്ചർ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം ഉചിതമായ സമയമായിരിക്കും. നമുക്കറിയാം, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ജോലികളാണ് ലഭിക്കുകയെങ്കിലും ഇത്തരം ജോലികൾക്കെല്ലാം ഈ ഒരു സമയത്ത് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. എന്തായിരുന്നാലും ആദിത്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ ഉന്നതി ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് സൂര്യരാശി ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മേടക്കൂറുകാരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ആദ്യത്തിനോടൊപ്പം ശുക്രൻ നിൽക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അവരവരുടെ ജാതകമൊക്കെ പരിശോധിച്ച് ഏത് കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ സമയവും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കുറുകാരുടെ നക്ഷത്രഫലത്തിലേക്ക് വരാം. കാർത്തികയുടെ അവസാനത്തെ 40 നാഴിക, രോഹിണി, മകരത്തിൻ്റെ ആദ്യ പകുതി, ഈ 3 നക്ഷത്രക്കാർക്കും ആദിത്യൻ പ്രവേശിക്കുന്നത് 9ാം ഭാവത്തിലേക്കാണ്. 9ാം ഭാവത്തിൽ ആദിത്യൻ പ്രവേശിച്ചാൽ അന്യരുടെ ആദരവ് പിടിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം പറയേണ്ടത്. അതായത് മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നേടാൻ ഈ ഒരു സമയത്ത് ഇടവക്കുറുകാർക്ക് സാധിക്കും. പൊതുവിൽ ഇപ്പോൾ ദോഷ സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ
പല നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മകരമാസത്തിൽ സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും ഒക്കെ വരുന്നൊരു സമയമാണ്. സംസാരത്തിലൂടെ ധനാഗമന യോഗം കാണുന്നു. അതിലുപരിയായിട്ട് സംഗീതാദി കലകളിൽ ശോഭിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ശ്രേഷ്ഠമായ പല കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗഭാഗ്യങ്ങളൊക്കെ സൂര്യരാശിയിലൂടെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഭാഗ്യമായി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, 9ാം ഭാവത്തിൽ ആദിത്യൻ പ്രവേശിക്കുമ്പോൾ കഠിന സ്വഭാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അല്പം മിതത്വം പാലിക്കുന്നത് സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഹത്തെ കൈവെടിഞ്ഞ് എളിമയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇടവക്കുറുകാർക്ക് ഭാഗ്യ മാസമായിട്ട് മകരമാസത്തെ മാറ്റാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സുഖം കുറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ മനോനിയന്ത്രണം ഈ ഒരു സമയത്ത് ഇടവക്കുറുകാർക്ക് അനിവാര്യവുമാണ്. ഇനി നമുക്ക് മിഥുനക്കുറുകാരെ കുറിച്ചാണ് പറയേണ്ടത്. മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിരയും പുണർദത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും ചില നക്ഷത്രക്കുറുകാർക്ക് ആദ്യത്തിൻ്റെ രാശി മാറ്റം അഷ്ടമ ഭാവത്തിലേക്കായിട്ട് കാണുന്നു. നിലവിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. എന്നാൽ വ്യാഴം ഈ നക്ഷത്രക്കൂറിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അഥവാ ദൈവാധീനം കൊണ്ട് എല്ലാ കഷ്ടതകളും മാറുകയും പല ആപത്തിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുന്നൊരു സമയവുമാണ്. എന്നിരുന്നാലും ഓരോ ആളുകളുടെയും ജാതക പരിശോധനയിലൂടെ കണ്ടകശനി കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അനിവാര്യവുമാണ്. ഇവിടെ ആദിത്യൻ അഷ്ടമഭാവത്തിലേക്ക് മാറുമ്പോൾ അത്ര കണ്ട് ശുഭഫലങ്ങൾ പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരാളുടെ ഗ്രഹനില പറയേണ്ടത് എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനത്തെ മനസ്സിലാക്കി തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ആദിത്യൻ്റെ രാശിമാറ്റത്തെക്കുറിച്ച് മാത്രമാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ മിഥുനക്കുറുകാർ പ്രവൃത്തികളിൽ സ്ഥിരത ഉണ്ടാവാനുള്ള പ്രാർത്ഥന ഈ സമയത്ത് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതായത് ജോലിയിൽ അസ്ഥിരഭാവം ഉണ്ടാകാം, ജോലിയിൽ വേണ്ട രീതിയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകുക, അല്ലെങ്കിൽ ജോലിക്ക് മാറ്റമുണ്ടാകുക എന്നിവയ്ക്കൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാണ്. ഇതുകൂടാതെ ദ്രവ്യനാശം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലയളവാണ്. അതായത് ഈ ഒരു മാസക്കാലം മകരത്തിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ, മൂല്യവസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥന ഈ നക്ഷത്രക്കുറുകാർക്ക് ആവശ്യമാണ്. രോഗപീഠകൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥന പ്രത്യേകം ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം കുറയാനുള്ള സാധ്യതയൊക്കെയുള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോകാനായിട്ട് മിഥുനക്കുറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, പല രീതിയിലുള്ള നക്ഷത്രഫലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതിൽ മിഥുനക്കുറുകാർക്ക് വളരെ ഭാഗ്യം വരുന്നതായിട്ടും ചില കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ സൂര്യരാശി ഫലം മാത്രമാണ് ഇതിൽ ഇപ്രകാരം കാണുന്നത്. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ കുറച്ചും കൂടി നല്ല മാസമായിട്ട് മകരമാസത്തെ മാറ്റാൻ മിഥുനക്കുറുകാർക്കും സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, അർഹതപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക, നിയമകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക എന്നിവയൊക്കെയാണ്. കാരണം കണ്ടകശനി ആയതുകൊണ്ട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തന്നെ ഈ ഒരു മാസത്തിൽ മിഥുനക്കുറുകാർ മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ ഈശ്വരഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ മാസം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ദേവകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ സൂര്യരാശി ഫലം ഏറ്റവും അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി കർക്കിടകക്കുറുകാരുടെ ഫലമാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം. ഈ നക്ഷത്രക്കുറുകാരുടെ 7ാം ഭാവത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നു. സൂര്യരാശി ഫലപ്രകാരം വളരെ മത്സരബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു കാലയളവായിട്ട് ഈ ഒരു മാസത്തെ കാണാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ പരിശ്രമം ചെയ്താൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതിനുള്ള മനോഭാവവും ശാരീരിക ബലവും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകും. എന്നാൽ കുടുംബാംഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് തന്നെയോ രോഗാരിഷ്ടതകളൊക്കെ വരാനുള്ള സാധ്യതയും ഈ മാസത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഈ നക്ഷത്രക്കുറുകാർ വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. കച്ചവട രംഗത്ത് ലാഭം കുറയാനുള്ളൊരു സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു മാസമായിട്ട് കർക്കിടകക്കുറുകാർക്ക് കാണുന്നു. ഇനി ചിങ്ങക്കുറുകാരെ കുറിച്ചാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ 3 നക്ഷത്രക്കാരുടെയും
6-ാം ഭാവത്തിലേക്കാണ് ആദിത്യൻ പ്രവേശിക്കുന്നത്. സൂര്യരാശി നോക്കുമ്പോൾ സകല ശത്രുക്കളിൽ നിന്നും മുക്തിയാണ് പ്രധാനമായ ഒരു ഫലമായിട്ട് പറയേണ്ടത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേത് മേഖലയിലും ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നു. ശത്രുക്കൾ ഇവരുടെ മുന്നിൽ ഈ ഒരു മാസത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കാനുള്ള യോഗം ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നത് തികച്ചും യാദൃശികമാണെന്ന് ചിന്തിക്കുമ്പോഴും ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം ഇത്തരം പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ജ്യോതിഷവിധി പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അവരവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഇനി ആദ്യത്തിന് 6-ാം ഭാവത്തിൽ നിന്നാൽ വളരെ സൂക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനമായും പറയേണ്ടത് കള്ളന്മാരെ കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂല്യവസ്തുക്കളൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നാൽക്കാലികളിലൂടെ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഇതുകൂടാതെ വാഹനാദി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു മാസമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു മാസത്തെ കാണാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ വാഹന പൂജകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ അവരവരുടെ ജാതകം പരിശോധിച്ച് ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ സമയത്തുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനാവശ്യമായ പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. നിലവിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് അഷ്ടമശനി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയുരാരോഗ്യ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥനയൊക്കെ ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ടതായിട്ടും കാണുന്നു. ഇനി കന്നി രാശിക്കാരെ കുറിച്ചാണ്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്രയുടെ ആദ്യ പകുതി, ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യരാശി ഫലം കുറച്ചുകൂടി അനുകൂലമായിട്ടാണ് കാണിക്കുന്നത്. എങ്കിലും ഇപ്പോൾ കണ്ടകശനി ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. നിയമകാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് അവരവരുടെ ജാതക പരിശോധന നടത്തിയിട്ട് വിവാഹം മംഗളകരമായി നടക്കാനുള്ള പ്രാർത്ഥന ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയോചിതമായിട്ട് നടക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ വരാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഏതൊരു കാര്യവും വേഗത്തിൽ നടന്നു കിട്ടാനുള്ള പ്രാർത്ഥന ഈ നക്ഷത്രക്കൂറുകാർക്ക് അനിവാര്യമാണ്. എന്നാൽ ആദിത്യൻ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ബുദ്ധി കൂർമ്മത വർദ്ധിക്കുന്നതായിട്ടും അതോടൊപ്പം ബുദ്ധി കൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലികളിലും ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നും കാണുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നീതിശാസ്ത്രം അതുപോലെ തന്നെ മന്ത്രശാസ്ത്രം എന്നിവയിലൊക്കെ പാണ്ഡിത്യം നേടാനോ അറിവ് സമ്പാദിക്കാനോ യോഗഭാഗ്യങ്ങളും ഈ സമയത്ത് കാണുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം ഉദരരോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ശ്രദ്ധയും കൂടുതൽ കൊടുക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നൊരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത്. നമുക്കറിയാം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല എങ്കിൽ പോലും പൊതുവിൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നിവയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഉദരരോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പണസമ്പാദനത്തിൽ നിന്ന് അല്പം വിമുഖത കാണിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവർ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കേണ്ടതായ ഒരു മാസമായിട്ടും മകരമാസത്തെ കന്നിക്കൂറുകാർക്ക് കാണാം. ഇനി തുലാക്കൂറുകാരെ കുറിച്ചാണ്. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ 3 നക്ഷത്രക്കാർക്കും സൂര്യരാശി ഫലം വളരെ ഉത്തമമായിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്, ദോഷ സമയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദിത്യൻ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഭവന നിർമ്മാണത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യം തെളിയുന്നു. വീട് പുതുക്കി പണിയാനോ പുതിയ ഭവനം ലഭിക്കാനൊക്കെ യോഗഭാഗ്യങ്ങളാണ് ഈ മാസത്തിൽ ഈ നക്ഷത്രക്കൂറുകാർക്ക് സൂര്യരാശി ഫലത്തിലൂടെ വരാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഒരേപോലെ ഫലങ്ങൾ പറയാത്തതെന്ന്. ഇതിൽ ഓരോ ഫലങ്ങൾ പറയുമ്പോഴും വളരെ കൃത്യമായി സ്ഫുടം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പറയുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും കൃത്യവുമായ ഫലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജാതക പരിശോധന അനിവാര്യമാണ്. പൊതുവിൽ ആദിത്യൻ 4-ാം ഭാവത്തിൽ നിന്നാൽ ദ്രവ്യം, മാനം, കീർത്തി, ശരീരഗുണങ്ങൾ എന്നിവ വളരെ കൂടുതലായിട്ടുണ്ടാകുമെന്നാണ് പറയുക.
അപ്രകാരം ചിന്തിക്കുമ്പോൾ പേരും പ്രശസ്തിയും ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസക്കാലം വളരെ ഗുണകരമായിരിക്കും. പലതും നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും അതൊക്കെ നടന്നു കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്രകാരം തുലാക്കുറുകാർക്ക് പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന മാസമായിട്ടാണ് സൂര്യരാശി ഫലപ്രകാരം മകരമാസത്തെ കാണേണ്ടത്. എന്നാൽ ബന്ധുമിത്രാദികളിലൂടെ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സഞ്ചാര യോഗങ്ങളൊക്കെ കാണുന്നു എങ്കിലും ചില സന്ദർഭങ്ങളിൽ മനസ്സുഖം കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്രകാരമുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ കൃത്യമായ പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോകുക. ഇത്രയും ശുഭകരമായ സമയമാണ് എങ്കിൽ പോലും മറ്റുള്ളവരോട് ഏറ്റുമുട്ടുന്നത് ഈ ഒരു സമയത്ത് ഒട്ടും ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും സംയമനം പാലിക്കേണ്ടതായിട്ടും ഈ ഒരു മാസത്തിൽ തുലാക്കുറുകാർക്ക് കാണുന്നു. ഇനി വൃശ്ചികക്കുറുകാരെ കുറിച്ചാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട. സൂര്യരാശി ഫലപ്രകാരം ആദിത്യൻ 3-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കുറുകാർക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. നിലവിൽ ദോഷ സമയമല്ല, എന്നാൽ ദേവപ്രീതി അല്പം കുറവുള്ളതായിട്ടും കാണുന്നുണ്ട്. എന്നിരുന്നാലും തീർത്ഥാടന യാത്രകൾക്ക് കൂടുതൽ സാധ്യതയുള്ളതായിട്ടും ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതായിട്ടും സൂര്യരാശി ഫലപ്രകാരം കാണുന്നു. അതോടൊപ്പം തന്നെ പ്രൗഢിയും തൻ പെരുമയും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് ഈ ഒരു മാസത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരവരുടെ ജോലി അല്ലെങ്കിൽ അവരവരുടെ കീർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയമായിട്ട് ഈ ഒരു മാസം മാറുമെന്നാണ് സൂര്യരാശിയിലൂടെ കാണുന്നത്. ഭരണാധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ളവരിൽ നിന്നോ ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് കാണുന്നു. ഇനി ധനുക്കുറുകാരെ കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രക്കുറുകാരുടെ 2-ാം ഭാവത്തിലേക്കാണ് ആദിത്യൻ പ്രവേശിക്കുന്നത്. സൂര്യരാശി ഫലപ്രകാരം അത് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. നിലവിൽ കണ്ടകശനിയുണ്ട്. അതുകൊണ്ട് ജോലിയിൽ ചില തടസ്സങ്ങളുണ്ടാവാം. വീടുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട് പണിയൊക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. എങ്കിലും സൗഹൃദങ്ങളിലൂടെ ചില സഹായങ്ങൾ ലഭിക്കാം. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവാം. പൊതുവിൽ ഈ സമയത്ത് കുടുംബ കലഹങ്ങൾ വരാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദിത്യൻ 2-ലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് പൊതുവിൽ ഭാഗ്യശാലികളായിട്ട് ഈ സമയം മാറും എന്നുള്ളതാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ധനുക്കുറുകാർക്ക് ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അവരവരുടെ ജാതക വിധി പ്രകാരം ഭാഗ്യമുള്ളവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുക എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. പൊതുവിൽ വാഹനം, നാൽക്കാലികൾ എന്നിവ കൊണ്ട് ലാഭം വർദ്ധിക്കുന്ന സമയമായിട്ട് കാണുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂല ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ദാനധർമാദികൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാനുള്ള ചില യോഗങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ കാണുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവരുടെ കഷ്ടതകളൊക്കെ മാറാനുള്ള ചില പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും ഈ ഒരു സമയത്ത് ധനുക്കുറുകാർക്ക് സാധിക്കും. എന്നാൽ കുടുംബാംഗങ്ങളിൽ നിന്ന് അതൃപ്തികരമായ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയാൽ ക്ഷമിക്കാനും സഹനശക്തിയോടുകൂടി മുന്നോട്ട് പോകാനും കഴിയും. ഒപ്പം കഠിനാധ്വാനത്തിന് അല്ലെങ്കിൽ അവരവരുടെ പരിശ്രമത്തിന് അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ചില സമയത്ത് കിട്ടിയില്ല എന്നൊക്കെ വരാം. അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കൊടുക്കാതെ കഠിനമായി പരിശ്രമിക്കുകയും മുന്നോട്ടേക്ക് നല്ല കാര്യങ്ങൾ വരുമെന്നുള്ള ചിന്തയോടുകൂടിയും പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും മാസാവസാനത്തോടു കൂടിയിട്ട് ശുഭഫലങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചില ശുഭഫലങ്ങളുമൊക്കെ ഈ ഒരു മാസത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഇനി മകരക്കുറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കൂറിലേക്കാണ് ആദിത്യൻ പ്രവേശിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ധീരത കൊണ്ട് പ്രകീർത്തിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം വളരെ ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ധീരമായി പ്രവർത്തിച്ച് ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാനും ഈ ഒരു മാസത്തിൽ സാധിക്കും. അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതായിട്ടും കാണുന്നു. ഇപ്രകാരം ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ കഴിയുന്ന മാനസിക ശക്തിയും ശാരീരിക ബലവും ലഭിക്കുന്നൊരു മാസമാണ്. എങ്കിലും സൗഹൃദങ്ങളിലൂടെ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നൊരു മാസവുമാണ്. ഇതോടൊപ്പം നേത്രരോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടും വാതപിത്ത അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നുണ്ട്. പൊതുവിൽ ആദിത്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർക്ക്
ധാരാളിത്തം കുറയാനുള്ള സാധ്യത പറയുന്നു. അതായത് ഇപ്പോൾ ചെലവഴിക്കുന്ന രീതിയിലുള്ള ചെലവുകൾ ചുരുക്കി വളരെ മിതത്വം പാലിച്ച് മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളും ഈ ഒരു സമയത്തുണ്ടാകും. അപ്പോൾ അതൊക്കെ അവരവരുടെ ജീവിത ഗുണങ്ങൾക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെലവുകൾ ചുരുക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമൊക്കെ ശ്രമിക്കേണ്ടതായിട്ടും കാണുന്നുണ്ട്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിട്ടാണ് മകരക്കുറുകാർക്ക് ഈ ഒരു മാസം കാണുന്നത്. എങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനമാനങ്ങളൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇനി കുംഭക്കുറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പുരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴികയും ചേർന്ന നക്ഷത്രക്കുറുകാർക്ക് സൂര്യരാശി ഫലം കാണിക്കുന്നത് ആദിത്യൻ 12ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ്. പ്രകാരം ചിന്തിക്കുമ്പോൾ ശത്രുക്കളെ ജയിക്കാനുള്ള യോഗങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു മാസത്തിൽ കാണുന്നത്. അതുകൊണ്ട് തർക്കങ്ങൾ, വഴക്കുകൾ, കേസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഈ ഒരു മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ നേത്രരോഗങ്ങൾ കൊണ്ട് അതുപോലെ ശാരീരിക ക്ലേശങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനുപരിയായിട്ട് ഏഴരശനി നടക്കുന്ന സമയമായതുകൊണ്ടും ആദിത്യൻ 12ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് കൊണ്ടും യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും കാണുന്നു. എന്നാൽ ഇവിടെ ഈ നക്ഷത്രക്കൂറിൻ്റെ 5ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദേവകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു സംരക്ഷണം ഈ ഒരു മാസത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. 2ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ആദിത്യൻ 12ലേക്ക് വരുന്നതോട് കൂടിയിട്ട് അത്തരം തടസ്സങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മകരം 15-ന് ശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയമായിട്ട് ഈ ഒരു മകരമാസം മാറുമെന്ന് തന്നെയാണ് സൂര്യരാശി ഫലപ്രകാരം കുംഭക്കുറുകാർക്ക് കാണുന്നത്. ഇനി മീനക്കുറുകാരെ കുറിച്ചാണ്. പുരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കൂറിൻ്റെ 11ാം ഭാവത്തിലേക്കാണ് ആദിത്യൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണഫലങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ആദിത്യൻ 11ൽ നിന്നാൽ ധനനേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പല രീതിയിലും ഗുണാനുഭവങ്ങൾ ലഭിക്കും. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്നോ ഒക്കെ ഒരുപാട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ തെളിയുന്നതായിട്ടും ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതായിട്ടും ഒക്കെ സൂര്യരാശി ഫലത്തിലൂടെ കാണുന്നു. ജന്മശനിയുണ്ട് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. ആദ്യത്തിൻ്റെ രാശിമാറ്റം മീനക്കുറുകാർക്ക് അനുകൂല ഫലമാണ് കൂടുതലും നൽകുന്നത്. കുടുംബസ്വത്തുക്കൾ ലഭിക്കുക, അതുപോലെ കടം വീട്ടാനുള്ള ചില യോഗങ്ങൾ, കടം കൊടുത്ത് പണം തിരിച്ചു കിട്ടാനുള്ള യോഗം, മൂല്യവസ്തുക്കൾ ശേഖരിക്കാനോ വാങ്ങാനോ ഉള്ള യോഗങ്ങൾ, യാത്രകൾ എന്നിവയ്ക്കൊക്കെ വളരെ സാധ്യതയുള്ള ഒരു മാസമായിട്ട് മകരമാസം മാറുന്നു. പൊതുവിൽ മീനക്കുറുകാർക്കും ആദ്യത്തിൻ്റെ രാശിമാറ്റം ശുഭഫലങ്ങളാണ് കൂടുതൽ നൽകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാരുടെ മകരമാസത്തെ സൂര്യരാശി ഫലമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.